അപ്പോൾ ഈ യാത്ര എവിടേക്ക് പോകണമെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം. ഇതിനെ പോകണമെന്ന് ചോദിച്ചാലും കാണിച്ചു തരാം. ഇത് ക്ലീൻ തന്നെ അതിമനോഹരമായ ഗ്രാമത്തിൻ്റെ നടുവിൽ സിറ്റി സെൻറ്റർ റോഡ്. ഇവിടെ ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ട്. ഇവിടെ നമുക്ക് ഗാർഡനിൽ പോയി ബുക്ക് വായിക്കാം. അതാണ് എൻ്റെ മെയിൻ എയിം. എന്നല്ല, ഇതൊരു പെട്ടി ഉണ്ടല്ലേ, ആ പെട്ടിക്കടയിൽ പോയിട്ട് നമ്മൾ ബുക്ക് വയ്ക്കാം. ബുക്ക് വയ്ക്കാൻ പറ്റും നോക്കണം. ആദ്യം നോക്കി നോക്കാം. ഇതാണ് ബുക്ക് വയ്ക്കാനുള്ള സ്ഥലം. സ്ഥലം തുറന്നുണ്ട്, ലൈറ്റൊക്കെ വെക്കുന്നുണ്ട്, അത്യാവശ്യം ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയോ ഇംഗ്ലീഷും ജർമ്മനാണ് കൂടുതലുള്ളത്. നമ്മൾ ജർമ്മനാണ് വയ്ക്കാൻ പോണേ. ജർമ്മൻ പഠിക്കാനൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ ബുക്കുകൾ വാങ്ങിയതല്ല, ഇതുപോലെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ബുക്കുകളൊക്കെ ഞാൻ കളക്ട് ചെയ്തെടുത്ത് വയ്ക്കും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വായിക്കാതിരിക്കലാണ് എൻ്റെ പരിപാടി. ഇത് ആദ്യ ബുക്കാണ്, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ബുക്കാണെന്ന് തോന്നുന്നത്, അറിയില്ല. പിന്നെ വേറൊരു ബുക്ക്, ഇത് വേറൊരു ബുക്ക്, കുറേ ബുക്കുകളുണ്ട്. അപ്പോൾ വായനശീലം ആഗ്രഹിക്കുന്നത് ജർമ്മനിലായതുകൊണ്ടല്ല, പിന്നെ കുറേ കുട്ടികളുടെ കഥ ബുക്കുകളൊക്കെ പോലത്തെ ബുക്കുകളുണ്ട്. അതെവിടെ വെക്കുകയെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അടിയിൽ വെക്കാം. ഏതൊരു ബുക്ക് അടിയിലേക്ക് പോയി അത് നമുക്ക് കൊടുക്കാം. പിന്നെ വീണ്ടും ഒരു ബുക്ക് കിട്ടി, അതോടെ വയ്ക്കാം. കുറേ ബുക്കുണ്ട്, ഞാൻ പറയല്ലേ. മൈ ഗോഡ്, എൻ്റെ ഈ കുഞ്ഞെ ബാഗിൽ കണ്ട ബുക്കുകൾ. ജർമ്മനായതുകൊണ്ട് ഞാൻ പറയില്ലേ, ജർമ്മനായതുകൊണ്ട് വായിക്കാത്തതല്ല കേട്ടോ. ബുക്ക് വായന ഭയങ്കര, ബുക്ക് വായിച്ചാൽ ഉറക്കം വരും. ഇത് പഠിക്കാൻ കുട്ടികൾക്ക്, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഫൈലൊക്കെ വെക്കാൻ പാടുകൊണ്ടൊന്നും അറിയില്ല. നേരോടെ വെക്കാം നിശ്ചയിട്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ. അങ്ങനെ ഒരു ബുക്ക് കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതേതൊരു കുട്ടിൻ്റെ പ്രിൻസ് കൊണ്ട് ബെറ്റൽ ക്ലാബ് എന്നിട്ടാണ് മർക്ക് വേണ്ട എഴുത്തുകാരനൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ ബുക്കൊക്കെ വായിച്ചേക്കണം. പുള്ളിക്കാരൻ കാണണമെങ്കിൽ സാധനം വായിച്ചിട്ടില്ല, ചുമ്മാ വെക്കാൻ. അപ്പം അങ്ങനെ വേറെ വിശേഷം ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ലൈറ്റൊക്കെ സെറ്റപ്പ് ഉള്ള കേട്ടോ, നല്ല ലൈറ്റൊക്കെ എത്തി ഓട്ടോമാറ്റിക്കായിട്ട്. അത് നല്ല സെറ്റപ്പ്. അങ്ങനെ അപ്പോൾ ക്ലീവിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. താങ്ക് യു.